മറ്റൊരു റബീഉൽ അവ്വലിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു മാത്രമാണ് യഥാർത്ഥ ആരാധനക്കർഹനെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ അടിമയാണെന്നും റസൂലാണെന്നും സാക്ഷ്യപ്പെടുത്തുകയും പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ആ ബന്ധമാണ് എന്നെയും നിങ്ങളെയും ഒന്നിച്ച് ഇവിടെ ചേർത്ത് ഇണക്കുന്നത്. ഒരു നോട്ടീസ് പോലും നൽകാതെ, ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് പോലും വരാതെ ഈ വെള്ളിയാഴ്ച കൃത്യസമയം ജുമയുടെ മുമ്പ് ഇത്ര കൃത്യമായി ഇവിടെ ഹാജരായി ഇത്ര അച്ചടക്കത്തോടുകൂടി നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ആ ഒരു ബന്ധം കൊണ്ടാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണമെന്നത് അത് കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃകകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന് മുൻ മാതൃകയില്ലാതെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഖുൽ ഇൻ കാന അബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി. സൂറത്തു തൗബയിലെ ആയത്താണ്. നിങ്ങളുടെ പിതാക്കളോ, നിങ്ങളുടെ മക്കളോ, നിങ്ങളുടെ സഹോദരങ്ങളോ, നിങ്ങളുടെ ഇണകളോ, നിങ്ങളുടെ കുടുംബമോ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ കച്ചവടമോ, നിങ്ങൾ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ സമ്പത്തോ, നിങ്ങളുടെ പാർപ്പിടങ്ങളോ ആണ് അള്ളാഹുവിനും റസൂലിനേക്കാളും നിങ്ങൾക്ക് വലുതെങ്കിൽ, പ്രിയപ്പെട്ടതെങ്കിൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്നാണ്. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ചില കാര്യങ്ങളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ബാപ്പാര്, മക്കള്, സഹോദരങ്ങൾ, ഇണകൾ, സമ്പാദ്യങ്ങൾ, കുടുംബങ്ങൾ, കച്ചവടം, പാർപ്പിടം, ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ കാലങ്ങളായിട്ടോ സമ്പാദിച്ചുണ്ടാക്കിയത്. ഇതാണ് ഇതിനു വേണ്ടിയാണ് ആൾക്കാർ ജീവിക്കുന്നത്. ഇതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇതാണ് നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും പ്രിയപ്പെട്ടതെങ്കിൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്നാണ്. എന്തോ വരാണ്ട് എന്നാണ് സഹോദരൻ. അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കണം, അള്ളാഹുവിനെ സ്നേഹിക്കണം. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണമെന്നാണ്. ഫത്തബിഊനി അസ്വൽ ബസ്രി പറഞ്ഞ ചലഞ്ചാണെന്നാണ്. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിൽ ജീവിച്ചിരിക്കുന്ന ചലഞ്ചാണ്. ലോകത്തുള്ള ഏതൊരു മനുഷ്യനും ഉള്ള ചലഞ്ചാണ്. എന്ത്? അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഓനുള്ള ചലഞ്ചാണ് ആയത്ത്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നാണ്. യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുമെന്നാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ ജീവിതത്തിൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത് അങ്ങനെയാണ്. അത് റബീഉൽ അവ്വൽ 12 സ്റ്റിക്കർ ഒട്ടിച്ചത് കൊണ്ടോ, ജാഥ നടത്തിയത് കൊണ്ടോ, പായസം വിളമ്പിയത് കൊണ്ടോ, ബിരിയാണി ഉണ്ടാക്കി വിതരണം ചെയ്തത് കൊണ്ടോ, അതിലെന്തെങ്കിലും ഒരു ഓഹരി നമ്മൾ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ടോ നിങ്ങൾ അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹമുള്ള ആളാണ് എന്ന് പറയുന്ന ഒരു മാതൃക പ്രവാചകനോ സഹാബത്തോ താബീങ്ങളോ പഠിപ്പിച്ചിട്ടില്ല. എന്തിനേറെ പ്രവാചകൻ ജനിച്ച ദിവസം പോലും പ്രവാചകനറിയില്ല, സഹാബത്തിനറിയില്ല, ഇസ്ലാമിലെ ആദ്യത്തെ നൂറ്റാണ്ടുകളിലെ തലമുതിർന്ന ഒരു പണ്ഡിതന് പോലും അറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തുകൊണ്ടാണത്? റസൂൽ ജനിക്കുമ്പോൾ റസൂലായിരുന്നില്ല. അബ്ദുള്ളയുടെ മകനായി, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായി, ആമിന ബിൻത് വഹബിന്റെ മകനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിക്കുമ്പോൾ റസൂലല്ല, റസൂൽ പ്രവാചകനല്ല, റസൂൽ നബിയാകാൻ പോകുന്ന ആളാണ് എന്ന് ഒരാൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അറബികൾ അവരുടെ ജന്മദിനം ഓർത്തു വെക്കാറില്ല. അങ്ങനെ ഓർത്തു വെക്കാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം എന്നാണെന്ന് നബിക്കറിയില്ല, നബിൻ്റെ കുടുംബക്കാർക്കറിയില്ല, സഹാബത്തിനറിയില്ല. ഇസ്ലാമിലെ തലമുതിർന്ന ഒരു ഇമാമിയങ്ങളും ആ ദിവസത്തെക്കുറിച്ച് അജ്ഞരാണ്. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായത് റബീഉൽ അവ്വൽ 12 എന്നത് ചരിത്രത്തിൽ മഷ്ഹൂറാണ്, അറിയപ്പെട്ട കാര്യമാണ്. കാരണം എന്താ? റസൂൽ മരിക്കുന്നത് റസൂലായിട്ടാണ് മരിക്കുന്നത്. ജനിക്കുമ്പം റസൂലായിട്ടല്ല ജനിക്കുന്നത്, റസൂൽ മരിക്കുന്നത് റസൂലായിട്ടാണ് മരിക്കുന്നത്. അതുകൊണ്ട് ആ ദിവസം ഓർമ്മിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ഒരു ദിവസം പോലും, എത്രയോ ജന്മദിനങ്ങൾ കടന്നുപോയിട്ട് ഏതെങ്കിലും ഒരു ദിവസം പോലും റസൂല് എൻ്റെ ജന്മദിനം റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞ് ആ 12 എന്തെങ്കിലും ഒരു സലാത്ത് ചൊല്ലിയതായിട്ട്, ഒരു കാരക്കച്ചീള് അധികം സ്വതക്ക കൊടുത്തതായിട്ട്, ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ നമസ്കരിക്കുന്ന വ്യക്തിയാണ്, ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്യുന്ന വ്യക്തിയാണ്, ഏറ്റവും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബിൻ്റെ കൂടെ നമുക്ക് ഒരിക്കലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. നിസ്കാരങ്ങൾ എന്തെടുത്ത് നോക്കി, നബിൻ്റെ ഏത് കാര്യം എടുത്ത് നോക്കി, നബിൻ്റെ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, നബിൻ്റെ ആരാധനകളാകട്ടെ, ഒന്നും നമുക്ക് ഇപ്പോഴും നമുക്ക് കോമ്പീറ്റ് ചെയ്തെത്താൻ പറ്റില്ല.
അത്രയും സൂപ്പറായിട്ടാണ് നിൽക്കുന്നത്. ആ പ്രവാചകൻ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും പറഞ്ഞിട്ടില്ലെന്ത് ഞാൻ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്, പറഞ്ഞിട്ടില്ല. ഈ ഏതെങ്കിലും ഒരു 12-ന് അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ട് കാണാൻ സാധ്യമല്ല. എന്തിന് സഹോദരങ്ങളെ, ആ പ്രവാചകനെ സ്നേഹിച്ച സഹാബത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു പറയുന്നുണ്ട്, പ്രവാചകരെ അവരെങ്ങാനും ഇങ്ങോട്ട് നോക്കിയാൽ, എന്താണ് നോക്കിയാൽ? തൻ്റെ ജീവൻ പോകുമെന്നല്ല, തൻ്റെ ജീവൻ പോകുമെന്ന പേടിയല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം നബിൻ്റെ കൂടെയാണ് ഹിജ്റ പോകുന്നത്. ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ പ്രതിജ്ഞ ചെയ്ത് നാനാഭാഗത്തും ആ ഊരിപ്പിടിച്ച വാളുമായി ഖുറൈശികൾ നബിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊല്ലാൻ വേണ്ടിയിട്ട്. ആ ഒരു സന്ദർഭത്തിൽ ആ നബിൻ്റെ കൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ ആർക്കാണ് സഹോദരങ്ങളെ ധൈര്യം ഉണ്ടാകുക? സ്വന്തം ജീവനിൽ പേടിയുള്ള ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാകും? ഒരാളെ കൊല്ലാൻ ഇവിടെ നാട്ടുകാർ മൊത്തം കത്തിയും വടിവാളും കുടച്ചക്കറ എടുത്ത് നിൽക്കുന്ന നേരത്ത് ആ മനുഷ്യൻ്റെ കൂടെ നടക്കാൻ ആർക്കാ ധൈര്യം ഉണ്ടാകുക? അങ്ങനെ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോയ മനുഷ്യനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ എന്തെങ്കിലും പറ്റുമോ എന്ന പേടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാതെ എനിക്കെന്തെങ്കിലും പറ്റുമെന്നല്ല. ആ വിരിപ്പിലുറങ്ങിയ അലി റളിയല്ലാഹു അൻഹുവിന്റെ ധൈര്യങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ? ആ വിരിപ്പിൽ കിടന്നുറങ്ങുമ്പം ഇത് എന്നെ എല്ലാവരും കൊല്ലാൻ വേണ്ടി വാളും വടിയും ഒക്കെ ആയിട്ട് നടക്കണ ഫുള്ള് നാട്ടുകാർ ഉറക്കല്ലാതെ നടക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ബെഡ് കയറി എൻ്റെ പുതപ്പിൻ്റെ അടിയിൽ തലം മൂടി കിടക്കാൻ ആർക്ക് ധൈര്യം ഉണ്ടാകുക? ആള് മാറിക്കൊല്ലൂലേ? ഇവിടെ ആൾ മാറി മോത്തുകോക്കി വെടിയിട്ടുണ്ട്, എന്നിട്ടാണ് പുതപ്പിൻ്റെ ഉള്ളിൽ തലട്ട് കിടക്കാൻ. സഹോദരങ്ങൾ, അത് ധൈര്യമാണ്. എന്തിന്? റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്. അപ്പോൾ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ ജീവന് തുല്യം സ്നേഹിച്ചവർ, ജീവന് തുല്യം സ്നേഹിച്ചവർ. ഉഹുദ് യുദ്ധത്തിൻ്റെ സന്ദർഭമുണ്ട്. ഉഹുദ് യുദ്ധം അങ്ങനെ കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ മയ്യത്തന്നെ നബിക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ച് നടക്കണം. നബി അവിടെ നബിനെ കാണണം, കാരണം നബിക്ക് പരിക്ക് പറ്റിയിട്ടെന്നുള്ള ന്യൂസ് സ്പ്രെഡായി നിൽക്കുകയാണ്. നബിക്ക് നല്ല പരിക്ക് പറ്റിയ യുദ്ധമാണ് ഉഹുദ് യുദ്ധം. മുസ്ലിങ്ങൾക്ക് ഏറ്റവും ശക്തമായ ക്ഷീണം സംഭവിച്ച യുദ്ധമാണ് ഉഹുദ് യുദ്ധം. അപ്പോൾ പ്രവാചകൻ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത് അങ്കലാപ്പിലായി നിൽക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ, ഇങ്ങനെ അൻസാരിയായ ഒരു സ്ത്രീ ഓടി നടന്ന് ചോദിക്കണം, എവിടെയാണ് നബി? അപ്പോൾ ആദ്യം കേട്ട ന്യൂസ് എന്തരോ, നിങ്ങളുടെ പിതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ പിതാവ് കൊല്ലപ്പെട്ട് മൈൻഡ് ചെയ്യണില്ല. കുറച്ചുകൂടി മുന്നോട്ട് എവിടെയാണ് പ്രവാചകൻ അന്വേഷിച്ച് വീണ്ടും നടക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സഹോദരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവർ കുലുങ്ങണില്ല. അവിടെ പിന്നെ എവിടെയാണ് മയ്യത്ത് എന്നല്ല ചോദിക്കുന്നത്, പ്രവാചകൻ എവിടെയാണെന്നാണ് ചോദിക്കുന്നത്, എവിടെയാണ് റസൂലുള്ളാഹി എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് പിതാവ് കൊല്ലപ്പെട്ടു, ആങ്ങള വധിക്കപ്പെട്ടു, ഭർത്താവും വധിക്കപ്പെട്ടു, എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് സമാധാനമടഞ്ഞതിന് ശേഷമാണ് തൻ്റെ പ്രിയപ്പെട്ടവരുടെ മൃതശരീരത്തിൻ്റെ അരികിലേക്ക് ആ സ്ത്രീ കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണത്? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സഹാബത്ത്, ആ അനുചരന്മാർ അങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിച്ചത്. അങ്ങനെയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അല്ലേ, ആ ഉഹുദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നബിക്കും ശത്രുക്കൾക്കും ഇടയിൽ നിന്ന് നബി കേൾക്കേണ്ട മുഴുവൻ പരിക്കുകളും വെട്ടുകളും ഏറ്റുവാങ്ങിയ ത്വൽഹത്തിനെ നോക്കിയിട്ടാണ് അന്ന് സഹാബത്ത്, ആർക്കെങ്കിലും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി, എപ്പോഴും ഇസ്ലാമിൽ മരിച്ച രക്തസാക്ഷികൾ ഉണ്ടാവുള്ളൂ, ആരെങ്കിലും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ കാണുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു കണ്ടാൽ മതി എന്നാണ്. അത്രയും പരിക്കുകൾ പറ്റിയ ഒരു കൈ, അതിന് ആ ഉഹുദ് യുദ്ധത്തിന് ശേഷം ഒരു കൈ പിന്നെ പൊക്കാൻ പറ്റിയിട്ടില്ല എന്നാണ്, വെട്ടേറ്റിട്ട് നോക്കി. അത്രയും ജീവിച്ചിരിക്കുക പ്രവാചകനെ അങ്ങനെ മുന്നിൽ നിന്ന് വെട്ടുകൊണ്ട് സംരക്ഷിച്ച ആ സഹാബത്ത് സഹോദരങ്ങളെ, ആ സഹാബത്ത് അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും റബീഉൽ അവ്വൽ 12-ന് ഒരു സ്വലാത്ത് അധികം ചൊല്ലിയിട്ടില്ല. റബീഉൽ അവ്വൽ 12-നാണ് ഞങ്ങളുടെ നബി ജനിച്ചത് എന്ന് അവർ എവിടെയും പറഞ്ഞതായി ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. എന്തെങ്കിലും ഒരു പായസം, എന്തെങ്കിലും ഒരു ഭക്ഷണം, എന്തെങ്കിലും ഒരു സ്വതക്ക അവർ അധികം കൊടുത്തതായി ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. അങ്ങനെ ഒരു തീയതിയെക്കുറിച്ച്, അങ്ങനെ ഒരു ജന്മദിനത്തെക്കുറിച്ച് പോലും അവർക്കറിയില്ല. അവർക്കില്ലാത്ത സ്നേഹമാണോ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് അല്ലേ? ഈ റബീഉൽ അവ്വൽ 12-ന് അങ്ങനെ എന്താണ് സ്വലാത്ത് ചൊല്ലിയാൽ ഉണ്ടാകുമെന്ന പ്രവാചക സ്നേഹത്തിന് എന്ത് മാതൃകയാണ് സഹോദരങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുള്ളത്? പ്രവാചകൻ അറിയാത്ത ഒരു റബീഉൽ അവ്വൽ 12, സഹാബത്തിന് അറിയാത്ത ഒരു ജന്മദിനം, താബിഈങ്ങൾക്ക് മനസ്സിലാകാതെ പോയ ഒരു ജന്മദിനം, മദ്ഹബിന്റെ തലമുതിർന്ന 4 ഇമാമുകൾക്ക് പോലും ാതെ പോയ ഒരു റബീഉൽ അവ്വൽ, എങ്ങനെയാണ് സഹോദരങ്ങൾ അതിന് ഇസ്ലാമിൽ ഒരു സ്ഥാനം ഉണ്ടാകുക? ഇതൊക്കെ ആളുകൾ പിൻകാലത്ത് കടത്തിക്കൂട്ടിയ, ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി മറ്റു മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് അതിനെ വികൃതമാക്കാൻ ശ്രമിച്ച ആളുകളുടെ ശ്രമമാണ് സഹോദരങ്ങൾ. അത് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിയെങ്കിലും ഈ മുസ്ലിം ഉമ്മത്ത് കാണിക്കണം. നിങ്ങൾ എന്തിനെയാണ്, വിശുദ്ധ ഖുർആൻ ഇടക്കിടക്ക് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനെയാണ് പിൻപറ്റുന്നത്? നിങ്ങളുടെ ബാപ്പാപ്പന്മാർ കൊണ്ടുവന്ന് ഓരോ പ്രവാചകന്മാർ വരുമ്പോഴും ആ പ്രവാചകന്മാരെ നിഷേധിച്ച സമൂഹം അവരോട് പറഞ്ഞ ആ പ്രവാചകനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ്? ഞങ്ങൾ പിൻപറ്റുന്നത് ഞങ്ങളുടെ ബാപ്പാപ്പമാരെയാണെന്നാണ്, അല്ലാതെ അള്ളയും റസൂലും കൊണ്ട് ഞാൻ അല്ല അവർ പിൻപറ്റുന്നത്. അള്ളാഹു ഇറക്കിയതിലേക്ക് നിങ്ങൾ വരണമെന്ന് പ്രവാചകൻ പറയുമ്പോൾ അവർ തിരിച്ചു പറഞ്ഞൊരു വാക്കെന്താണ്? ഞങ്ങളുടെ വാപ്പപ്പാപ്പമാർ കാരണവന്മാർ കൊണ്ടുവന്നതിലേക്കാണ് ഞങ്ങൾ പോകുക, അല്ലാതെ നീ കൊണ്ടുവന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താണ് ദീൻ? ദീൻ എന്നത് സമാവിയാണ്. ആകാശലോകത്ത് നിന്ന് അള്ളാഹു വഹിയായിട്ട് ഇറക്കിയതാണ്. ഖാല അല്ലാഹു തആല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വഹി. അള്ളാഹു എന്ത് പറഞ്ഞോ, പ്രവാചകൻ എന്ത് പറഞ്ഞോ, അതാണ് വഹി, അതാണ് ദീൻ. അതല്ലാത്ത ഒന്നും ദീനല്ല. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും,
ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്ന് സൂറത്തുൽ മാഇദയിൽ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ ലക്ഷക്കണക്കിന് സഹാബിമാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തേക്ക് സാക്ഷിയാക്കിയിട്ട് ആകാശത്തേക്ക് വിരൽ ചൂണ്ടി അല്ലാഹുമ്മ ഷ്ഹദ് അല്ലാഹുമ്മ ഷ്ഹദ് അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹു സാക്ഷിയാണ്, ഈ ദീൻ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എന്നവിടെ പ്രഖ്യാപിച്ച് അതിന്റെ പൂർത്തീകരണം എന്നോണം ഇറങ്ങിയ ആയത്താണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്നത്. സഹോദരങ്ങളെ, ഇത് പൂർത്തിയാക്കപ്പെട്ട മതമാണ്, ഇത് പൂർത്തിയാക്കപ്പെട്ട മതമാണ്. ഇതിലേക്കൊന്നും ചേർക്കാനില്ല. സ്വർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറാൻ ഏതെങ്കിലും ഒരു മാർഗം അള്ളാഹുവിന്റെ റസൂല് വിടാതെ വിട്ടിട്ടില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ആരെങ്കിലും ഇനി അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ പഠിപ്പിക്കാത്ത ഒരു കാര്യം വെച്ചിട്ട് ഇത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നല്ലേ അതിനർത്ഥം എന്നാണ് ഇമാം മാലിക് ചോദിച്ചത്. അല്ലേ, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നരകത്തിലേക്ക് നയിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ താക്കീത് നൽകിയിട്ടുണ്ട് എന്ന് നബി പറഞ്ഞതിന് ശേഷം ഒരാൾ പറയാണ് ഇതൊക്കെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്, നബി പറഞ്ഞിട്ടില്ലെങ്കിലും ഇതൊക്കെ അതാണ് എന്നൊരാൾ പറഞ്ഞാൽ സഹോദരങ്ങളെ, പ്രവാചകൻ തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നല്ലേ അതിനർത്ഥമെന്ന് ഇമാം മാലിക് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുകൊണ്ട് അതിനുശേഷം ആരെന്തൊക്കെ പടച്ചു വിട്ടാലും അത് ഇതിനെ വളരെ ലളിതമാണ്. അള്ളാഹു എന്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ എന്താണ്, ആ പ്രവാചകൻ പറഞ്ഞത് കേട്ട് സഹാബത്ത് എങ്ങനെയാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയത്, അവരെങ്ങനെയാണ് പ്രവർത്തിച്ചത്. നിങ്ങൾ ആലോചിക്കുക, ഒരാൾ ജനിച്ച ജന്മദിനം അദ്ദേഹം ആഘോഷിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന അനുയായികൾ ആഘോഷിച്ചിട്ടില്ല. അവിടുന്ന് ദീന് കൈമാറി വന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞ ആദ്യത്തെ 3 തലമുറക്ക് പോലും അറിയാത്ത ഒരു ജന്മദിനാഘോഷം എങ്ങനെയാണ് സഹോദരങ്ങളെ അത് ദീനാവുക? അത് ദീനല്ല എന്ന് പറയുമ്പോൾ എന്ത് ന്യായമാണ് അത് ദീനാണ് എന്ന് പറയാനുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ തിങ്കളാഴ്ച ജനിച്ചതിന് ഞാൻ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നു എന്ന് പറഞ്ഞതാണ് അതിനുള്ള തെളിവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തിങ്കളാഴ്ച നോമ്പ് നോൽക്കുകയാണ് വേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ ആകെ പറഞ്ഞെന്താ, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ടാണ് ഞാൻ തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ, റസൂലിന്റെ ജന്മദിനം തിങ്കളാഴ്ചയാണ് എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റസൂൽ നോറ്റ പോലെ തിങ്കളാഴ്ച നോൽമ്പ് നോൽക്കണം. അത് മാത്രമേ ചരിത്രത്തിൽ ഒരു തെളിവായിട്ട് കിട്ടുള്ളൂ. ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച നോമ്പ് എന്ന് മാത്രമാണ് ജന്മദിനത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സഹീഹായ ഏക ഹദീസ് അത് മാത്രമുള്ളൂ, ഏക വചനം അത് മാത്രമുള്ളൂ. ഇസ്ലാമിക ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ഇമാമിങ്ങളൊക്കെ അത് മാത്രമാണ് എന്ത് ചെയ്തത്, അത് മാത്രമാണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിങ്കളാഴ്ചയാണ് നബി ജനിച്ചത്. റബീഉൽ അവ്വൽ 12 എന്താണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസമാണ്. അതാണ് ചരിത്രത്തിൽ റബീഉൽ അവ്വൽ 12 അറിയപ്പെടുന്നത്. നബി വഫാത്തായ ദിവസമാണ്. അത് ഉറപ്പാണ്. ജനിച്ചതിനെപ്പറ്റി ആർക്കും ഒരു ഐഡിയ ഇല്ല. കാരണം നബി ജനിക്കുമ്പം നബി അല്ലായിരുന്നു. അനക്കലഹ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നത് മാത്രമാണ് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. അതല്ലാതെ അത് ഏത് മാസം ഏത് ദിവസം എന്നതിൽ യാതൊരു അഭിപ്രായ ഐക്യവും ചരിത്രകാരന്മാർക്കിടയിലും ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിലും ഇമാമിയങ്ങൾക്കിടയിലും കാണാൻ സാധ്യമല്ല. അതെന്തുകൊണ്ടാണ്? നബി ജനിക്കുമ്പോൾ നബി ആയിരുന്നില്ല എന്നതുകൊണ്ടും ജന്മദിനത്തിന് അറബികൾ യാതൊരു പ്രാധാന്യവും നൽകിയില്ല എന്നതിനാലുമാണ് ഇത്രയും വ്യക്തമായി ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകനായതിനു ശേഷമുള്ള 23 വർഷത്തെ കാലത്തെ ഓരോ സെക്കൻഡ് ജീവിതവും ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. ചരിത്രത്തിൽ കൊത്തിവെക്കപ്പെട്ട പോലെ രേഖപ്പെട്ട് കിടക്കണം. ആർക്കും മായ്ച്ചു കളയാനാവാത്ത വിധം ആ 23 വർഷത്തെ പ്രവാചക ജീവിതം രേഖപ്പെട്ട് കിടക്കുകയാണ്. അല്ലാതെ അതിന് മുമ്പുള്ള ജന്മദിനം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് സഹോദരങ്ങളെ? അതിലൊരു ഹൈറും ഇല്ല എന്നതുകൊണ്ട്, അതിൽ മാതൃകയില്ല എന്നതുകൊണ്ട്, അത് ദീനല്ല എന്നതുകൊണ്ട് അതെന്ത് ചെയ്തിട്ടില്ല, അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇത് മനസ്സിലാക്കാൻ പോലും സഹോദരങ്ങളെ നമ്മൾക്ക് ബുദ്ധിയില്ലാതായി പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിൻപറ്റാനുള്ള ആർജവം കാണിക്കാനും അതിനെ പിൻപറ്റി ജീവിക്കാനുള്ള ഹക്കിനോടൊപ്പം നിൽക്കാനുള്ള ബോധവും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ് ഒരു സത്യവിശ്വാസി ആ സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ പ്രവാചകൻ്റെ മാതൃകയെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്നതിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത്. അതിലൊന്നാമത്തത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ള നിർബന്ധമായ കൽപ്പനകളുണ്ട്. 5 നേരത്തെ നമസ്കാരം, ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ഇതിലൊന്നും യാതൊരു വിട്ടുവീഴ്ച കൂടാതെ അത് സ്ട്രിക്റ്റായിട്ട് നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ, തൗഹീദിൻ്റെ കാര്യം, തൗഹീദ് അടക്കമുള്ള ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒരു കോംപ്രമൈസ് ഇല്ലാതെ ഒരു സത്യവിശ്വാസി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫർളായ കാര്യങ്ങളാണ്. സുന്നത്തെടുക്കുമ്പോഴല്ല നബിനോട് കൂടുതൽ സ്നേഹം ഉണ്ടാകുക എന്നുള്ളത്. അത് ഫർളെടുത്തോനെ സുന്നത്തെടുക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഫർളിൽ കോംപ്രമൈസ് ചെയ്യാൻ ഒരു നിലക്കും പാടില്ല. അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ കൂടും ഈമാൻ കുറയും. അത് അഹ്ലുസുന്നൻ്റെ അഖീദയാണ്. ഈമാൻ ചിലപ്പം എന്ത് ചെയ്യും, ചിലപ്പം
അൽ ഈമാനു യസീദു ബിത്വാഅത്തില്ലാ എന്നാണ്. അള്ളാഹിനെ അനുസരിക്കുമ്പോൾ, അള്ളാഹിൻ്റെ റസൂൽ അനുസരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നല്ല നല്ല കാര്യങ്ങൾ, കുറേ നിസ്കരിച്ച, കുറേ നോമ്പ് വിൽക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ കൂടും. ഒയങ്കുസു ബി മഅസിയത്തില്ല എന്ന്, തെറ്റുകൾ ചെയ്യുമ്പോൾ, ഒരു സിനിമക്ക് പോയി കുറേ പാട്ട് കേട്ടു, എന്ത് ചെയ്യും? ഈമാൻ കുറയും. ഖുർആൻ കേൾക്കാൻ തോന്നൂല. നേരെ വെച്ച് ഖുർആൻ കേട്ടാൽ ഈമാൻ കൂടും. അപ്പോൾ തെറ്റുകൾ എന്ത് ചെയ്യും? തെറ്റുകൾ ഈമാനെ കുറക്കും, നന്മകൾ ഈ ആരാധനകൾ ഈമാനെ കൂട്ടും. ഇത് അഹ്ലുസുന്നൻ്റെ അക്കീദയാണ്. ഈമാൻ കൂടും ചെയ്യും, കുറയും ചെയ്യും. എപ്പോഴും ഒരേമാതിരി നിൽക്കില്ല. ചിലപ്പോൾ നമ്മൾ പിടുത്തം വിടും. പക്ഷെ പിടുത്തം വിടുമ്പോൾ എന്ത് ചെയ്യരുത്? ഫർളിൻ്റെ താഴത്തേക്ക് പോകാൻ പാടില്ല. സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഫർള് നിസ്കാരത്താത്ത, ഫർള് നമസ്കാരം വൈകിപ്പിക്കുന്ന, ഫർള് നമസ്കരിക്കാത്ത, നോമ്പ് മുറിക്കുന്ന, അല്ലെങ്കിൽ റമളാനിലെ നോമ്പെടുക്കാത്ത രൂപത്തിൽ ഈമാൻ താഴത്തേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് ഒരു വിശ്വാസം ഒരിക്കലും ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് സഹോദരനെ, ഫർളിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റായി നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. അള്ളാഹിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. അള്ളാഹുവിൻ്റെ വിരോധങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക. കൽപ്പിച്ച കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാം കൂടി നമുക്ക് എടുക്കാൻ പറ്റിക്കണമെന്നുണ്ടാവില്ല. പക്ഷേ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പരമാവധി അകന്ന് നിൽക്കാൻ ഒരു സത്യവിശ്വാസി ശ്രമിക്കുക. അത് പ്രവാചക സ്നേഹമാണ്. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. സഹോദരങ്ങൾ, അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കുറേ ചര്യകളുണ്ട്. അതൊന്നും ചിലതൊന്നും നമുക്ക് പറ്റിക്കണമെന്നില്ല. പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും അള്ളാഹിൻ്റെ റസൂൽ ജീവിതത്തിൽ എന്നും ചെയ്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ശ്രദ്ധിക്കുക, അല്ലേ? അത്ര നന്മകളോട് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അത് നായി നമ്മൾ പിശുക്ക് കാണിക്കുക. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ആലോചിക്കുക, അല്ലാഹുവും മലക്കുകളും റസൂലിൻ്റെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുകയെന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും സല്ലു എന്നാണ്, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിങ്ങളും സ്വലാത്ത് ചെല്ലണം, നിങ്ങളും തസ്ലീമ് ചെല്ലണം. സഹാബത്ത് ആയത്തിറങ്ങിയപ്പം വന്നിട്ട് സഹാബികൾ നബിനോട് ചോദിക്കണം, ആയത്തിൽ എന്താ പറയുന്നത്? സലാത്തും സലാമും ചെല്ലണം എന്നാണ് ആയത്തിൽ പറയുന്നത്. സലാം ഞങ്ങൾ ചെല്ലാറുണ്ട് പ്രവാചകങ്ങളെ കാണുമ്പം, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സഹാബികൾ പറയുന്നുണ്ട്. അപ്പോൾ തസ്ലീം അവർക്ക് മനസ്സിലായി. പക്ഷേ ഈ സലാത്ത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്ത സലാത്താണ് നമ്മുടെ നിസ്കാരത്തിൽ അത്തയ്യാത്തിൽ ഓതുന്ന ഇബ്രാഹിമി സലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നക ഹമീദും മജീദ് എന്നാണ്. ആ സ്വലാത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ആയത്തിറങ്ങി എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് സഹാബത്ത് ചോദിച്ചപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത സലാത്താണത്. ആ സലാത്താണ് നമ്മൾ നബിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? ചെല്ലേണ്ടത്. അത് പരമാവധി വെള്ളിയാഴ്ച കൂടുതൽ ചെല്ലിന് പുള്ളിയുണ്ട്. സലാത്തിന് സമയമല്ല, എപ്പോൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ചെല്ലാം. അതിനൊരു സമയമോ ഒരു എണ്ണമോ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സമയത്തും നിർണ്ണയിച്ചിട്ടില്ല. രാവിലെ 10 വട്ടം ചെല്ലണം എന്നുള്ളത് ഹദീസ് ലഹീഫാണെന്നാണ് അൽബാനി പറഞ്ഞത്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞ ഹദീസിനെ പറ്റി പറഞ്ഞത് ലഹീഫായ ഹദീസാണ്. 10 എണ്ണം എന്ന് എണ്ണം നിജപ്പെടുത്തിയിട്ടില്ല. രാവിലെ എത്രയും ചെല്ലാം, എപ്പോഴും ചെല്ലാം. സമയമോ കാലമോ സലാത്തിന് നിർണ്ണയിച്ചിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും ഇന്ന സമയത്ത് ഇന്ന സലാത്ത് ഇന്ന എണ്ണം ഓതണം എന്ന് പറഞ്ഞാൽ അതിന് ഇസ്ലാമിൽ യാതൊരു അസുലുമില്ല. അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. എത്രയും എപ്പോൾ എവിടെ എങ്ങനെയും ചെല്ലാം, ഫ്രീ ആണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ അതുകൊണ്ട് തീരെ ചെല്ലാതെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അല്ലെ, പണ്ട് ഞാൻ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് കണ്ട് നാട്ടിലേക്ക് പോവാം, കോട്ടക്കുന്ന് മഞ്ചേരിക്ക് പോകണം. ഒരു 12 മണിയാണ്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഒരു മൂല്യർ കയ്യാട്ടി. അങ്ങനെ ഞാൻ വണ്ടി നിർത്തി. അങ്ങനെ മൂല്യർ വണ്ടി കയറി. ഞാൻ ഡ്രൈവർ സീറ്റിലും മൂപ്പര് പുറത്തോണം. നല്ല മണമുള്ള നെയ്ച്ചോറുണ്ട് മൂപ്പരെ കയ്യിലൊരു കവറിൽ. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ്? ഇത് സലാത്തിൻ്റെ നെയ്ച്ചോറാണ്. സലാത്ത് ചെല്ലി വട്ടത്തിലിരുന്ന് ചെല്ലി എനിക്ക് കിട്ടിയ നെയ്ച്ചോറാണ്. അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു, ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ഹദീസ് അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ വട്ടത്തിലിരുന്ന് കണ്ട് സാഹാബിമാരൊക്കെ നബി മരിച്ചിട്ട് എത്ര കാലം കഴിഞ്ഞു, സാഹാബിമാർ താബീങ്ങൾ ഇവരൊക്കെ ഇങ്ങനെ അതേമാതിരി ഒരു വെള്ളിയാഴ്ച രാവിലെ വട്ടത്തിലിരുന്ന് കണ്ട് സലാത്ത് ചെല്ലി എന്തെങ്കിലും ഒരു ചരിത്രത്തിൽ രേഖ നിങ്ങൾക്ക് കിട്ടുവച്ചു? അപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി എന്താ അറിയോ? ഒരു രേഖയില്ല. ആൾക്കാർ ചെല്ലൂലാന്ന്. നമ്മൾ ചെല്ലിപ്പിക്കാനുള്ള ടെക്നിക്കാണിത്. സലാത്ത് ചെല്ലിപ്പിക്കാനുള്ള ടെക്നിക്കാണിത്. ഈ നമ്മൾ പറഞ്ഞാലേ ഒരു ചെല്ലുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി കൊടുത്താലേ ഒരു ചെല്ലുള്ളൂ. അല്ലാതെ നമ്മൾ ചെല്ലിക്കൊള്ളി പറഞ്ഞാൽ ചെല്ലുക. ഞാൻ പറഞ്ഞ കാലമോ എണ്ണമോ നിർണ്ണയിച്ചിട്ടില്ല സലാത്തിന്. എത്ര എപ്പോഴും ചെല്ലണം. അതുകൊണ്ട് ആരും ചെല്ലണില്ല. മൂല്യർ പറഞ്ഞാണ് ആരും ചെല്ലണില്ല. അപ്പോൾ നമ്മൾ ചെല്ലിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ അവസാനം മുപ്പര് വായക്കാട്ടൊക്കെ അങ്ങോട്ടാണ് മലപ്പുറത്തിറങ്ങി KSRTC കിട്ടുന്നതാണ്. ഇറങ്ങാൻ നേരത്തിനോട് ചുമട്ടി ദ്വാരക്കണട്ടാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞാൽ തരങ്ങൾ ഇവർക്ക് തന്നെ അറിയാം ഇതിനൊന്നും ഹദീസില്ല, ഇതിനൊന്നും ഒരു രേഖയില്ല എന്നുള്ളത്. ഇതൊക്കെ ആൾക്കാരെ കൊണ്ട് ഓരെന്നെ പറയുന്ന ആൾക്കാരെ കൊണ്ട് ചെല്ലിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കാണെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ടെക്നിക്ക് എടുത്ത് ചെല്ലിപ്പിക്കേണ്ട സാധനം നല്ലത്. അങ്ങനെയാണെങ്കിൽ ആ ടെക്നിക്ക് അള്ളാഹുവിൻ്റെ റസൂലിനും സാഹബത്തിനും ഇവരെക്കാൾ നന്നായിട്ട് അറിയുന്നു. ഓരൊന്നും അങ്ങനത്തെ ഒരു ടെക്നിക്ക് പുറത്തെടുത്തിട്ടില്ല. ആൾക്കാർ ചെല്ലിക്കോട്ടെ വിചാരിച്ചിട്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊക്കെ എന്താ പറയുക? ഇതൊക്കെ സ്നേഹമുള്ളോൻ ചെല്ലും. എന്തെങ്കിലും ലാഭം ഇവിടെ എന്തിനാപ്പോൾ സലാത്തില്ലാണ്? ഇത്ര എണ്ണം ചെല്ലിയാലും നമ്മൾ എൻ്റെ കാര്യം നടക്കും. മറ്റേത് മകളെ കല്യാണം ശരിയാകാൻ വേണ്ടി 100 സലാത്ത്. നമ്മളെ കാര്യം നേടാനല്ല. നമ്മളെ മകളെ കല്യാണം ശരിയാകാനാണ് നമ്മൾ സലാത്തില്ലാണ്.
അള്ളാന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ? അള്ളാന്റെ റസൂൽ ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിൽ ഈ ദീന് ദഅവത്ത് നടത്താൻ സഹോദരങ്ങളെ, ഇസ്ലാം മുസ്ലിമായി ജീവിക്കാൻ, ഈ തൗഹീദ് പ്രഖ്യാപിക്കാൻ, ആ പ്രഖ്യാപിച്ച തൗഹീദിൽ അടിയുറച്ച് നിലകൊള്ളാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സഹിച്ച ത്യാഗം എത്രയാണെന്ന് മനസ്സിലാക്കിയ ഒരാള് നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാതിരിക്കൂല സഹോദരങ്ങളെ, സ്വലാത്ത് ചെല്ലാതിരിക്കൂല. അത്രയും പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയിട്ടാണ് ഈ ദീൻ ഇത്ര ഭംഗിയായി നമ്മുടെ കയ്യിലെത്തിയത്. അത് അറിഞ്ഞ് പഠിച്ച മനസ്സിലാക്കി അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്കും അള്ളാഹുവിന്റെ റസൂലിനെ മറക്കാൻ കഴിയില്ല, സ്വലാത്ത് ചെല്ലാതെ കഴിയില്ല. നബിന്റെ പേര് കേൾക്കുമ്പം സ്വലാത്ത് ചെല്ലാതെക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, മകളെ കല്യാണം ശരിയാകാനും മകൻ്റെ വിസ ശരിയാകാനും ജോലി ശരിയാകാനും അഡ്മിഷൻ കിട്ടാനും അല്ല സലാത്ത് പ്രവാചകനോടുള്ള അളവറ്റ സ്നേഹമാണ്. അതുകൊണ്ട് നിരുപാധികമായി എണ്ണം പിടിക്കാതെ, എണ്ണം പറയാതെ, എണ്ണം വെക്കാതെ, സമയം നിർണ്ണയിക്കാതെ സലാത്ത് ചെല്ലാൻ അല്ല നിരവാലത്തിലേക്ക് നമ്മുടെ പ്രവാചക സ്നേഹം വളരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല റബീഉൽ അവ്വൽ 12 സലാത്ത് ചൊല്ലിയ ഒരു ചരിത്രം ഇസ്ലാമിക ലോകത്തില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കായി മനസ്സിലാക്കി മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.